الله 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 عليه توكل الله 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 عليه توكل إلهي لست للفردوس أهلا نائل الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. നമ്മൾ ഒരു നന്മ ചെയ്യുന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ദുനിയാവിലെ ജീവിതങ്ങളാണ് നാം പ്രധാനമായും ഉദ്ദേശിക്കുക. ദുനിയാവിലെ സന്തോഷം, ദുനിയാവിലെ നേട്ടം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, എന്തിനാ മാറുന്ന നോമ്പോറ്റ നേർച്ചയാക്കിയതാ. എൻ്റെ മകൾക്ക് പള്ളിയിലുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ മാറുന്ന നോമ്പൊക്കെ നേർച്ചയാക്കി. നാളെ കടിച്ച് 4 കൊല്ലമായി മകൾക്ക് പള്ളിയിലുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ മുഹറം ഞാനും എൻ്റെ പെണ്ണുങ്ങളും ഒക്കെ പള്ളിയിലുണ്ടാകാൻ വേണ്ടി. ഇല്ലെങ്കിൽ നാത്തൂനൊക്കെ ഇപ്പം തന്നെ കുറച്ച് ദേഷ്യം തുടങ്ങിയിട്ടുണ്ട്. മച്ചിയ അവർക്ക് പള്ളിയിലുണ്ടാവില്ല, അതുകൊണ്ട് ഒഴിവാക്കി വേറെ കെട്ടലാ നല്ലത്. ഈ വർത്താനം അടുക്കളയിൽ നിന്ന് ഉയരാൻ തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ മുഹറം 1 മുതൽ 10 വരെ മുമ്പിലൊക്കെ നേർച്ചയാക്കി. എന്താ നമ്മളെ ലക്ഷ്യം? നമ്മളെ ലക്ഷ്യം നമ്മളെ മകളെ പള്ളിയിൽ നിന്ന് പൊന്തി കിട്ടുന്നതാണ്. പടച്ചനുമായി ഉസ്രത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മകൻ്റെ അറബി ഒരു കൊരണിയാണ്. എന്തു പറഞ്ഞാലും അയാൾ നേരെ കുട്ടിസറാങ്കിനെ പോലെ എതിരെ വർത്താനം പറയും. എത്ര പണിയെടുത്തിട്ടും അയാളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ അയാളെ സ്വഭാവം നന്നായി തരാം. ഉസ്താദെ, ഞാൻ ഇക്കൊല്ലം മുഹറം 10 മുമ്പിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ അവൻ്റെ ലക്ഷ്യം? അവൻ്റെ ലക്ഷ്യം കൊരണ്ണയായ അറബി നന്നായി തീരാന്നുള്ളത്. അറബിയുടെ കൊരണീയത്ത് എന്താണ് നോമ്പിൻ്റെ ലക്ഷ്യം? എന്തിനാണ് മുഹറം 1 മുതൽ 10 നോമ്പ് ചെയ്തത്? കൊറണീയത്തുൽ അറബി, അറബിയുടെ കൊരണീയത്ത് ലക്ഷ്യം. അള്ളാഹുവിൽ എന്തുണ്ടോ ഒന്നുമില്ല. നാട്ടിലെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന് വൈക്കം ബഷീറിൻ്റെ പുസ്തകത്തിൻ്റെ പേര് എഴുതിയതുപോലെ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആളായി അവൻ വാഴ്ത്തപ്പെടും. എന്തുകൊണ്ട്? മൂപ്പര് മുഹറം 1 മുതൽ 10 വരെ എല്ലാ കൊല്ലം മൂപ്പര് അങ്ങനെയാണ്. മൂപ്പര് ചായ കുളിച്ചിട്ട് കാര്യമില്ല. മൂപ്പര് 1 മുതൽ 10 വരെ മുഹറത്തിന് നോമ്പെടുക്കുക. ഉല്ലജ്ജും അങ്ങനെ തന്നെയായിരുന്നു. 10 പിന്നെ ഉല്ലജ്ജ് നോൽക്കാൻ കഴിയാത്തത് പഠിച്ചവൻ ഹറാമാക്കിയ കാര്യത്തിൽ മൂപ്പർക്ക് പഠിച്ചവനോട് വലിയ ദേഷ്യത്തിലാണ്. എന്തുകൊണ്ട്? 10 കൂടി അള്ളാഹുവിനെ ഹലാലാക്കിയെങ്കിൽ 10 കൂടി നോൽക്കുക. മൂപ്പർക്ക് നോമ്പ് നോൽക്കാൻ കഴിയൂല. മൂപ്പർക്ക് താജ് നിസ്കരിക്കാൻ കഴിയും. 12 മണിയാണ് താജ് നിസ്കരിക്കണം. എന്തിനാ താജ് നിസ്കരിക്കുന്നത്? താജ് നിസ്കരിക്കുന്നത് മരുമകളെ ബാപ്പ മരിച്ചിട്ടുണ്ട്. ഇനി ആ മുതലൊക്കെ നല്ല നിലക്ക് 2 വൈക്കാൻ കിട്ടണം. അതിന് വേണ്ടി അത് മകൻ്റെ അമ്മാശാക്കാൻ്റെ മൂക്കിൽ പഞ്ഞു വെച്ചതുകൊണ്ട് കുറച്ച് സാധനം ഉണ്ടാവും, അത്യാവശ്യമൊക്കെ ഉള്ളിടത്തുനിന്നാണ് കിട്ടിക്കുന്നത്. അപ്പം മകനും അളിയന്മാരും തമ്മിൽ തല്ലുംപൊടിയൊന്നും ഇല്ലാതെ അയാളെ മൂക്കിൽ പഞ്ഞു വെച്ച് ഏതായാലും അയാളെ പരലോകത്തേക്ക് പാർസലാക്കി കഴിഞ്ഞു. ഇനി അളിയനും മകനും അവൻ്റെ അളിയന്മാരും തമ്മിൽ തല്ലുകൂടാതെ തല്ലുകൂടി കഴിഞ്ഞാൽ പിന്നെ കിട്ടേണ്ടത് മര്യാദയ്ക്ക് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആ സാധനങ്ങളൊക്കെ കിട്ടണം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ദിവസങ്ങളായി താജ് നിസ്കരിച്ചിട്ട് വേർക്കണം. നേരം വെളുത്താൽ പഠിച്ചവനോട് വലിയ ഇടങ്ങാറാണ്. റബ്ബേ, എനിക്ക് രാത്രി കുറച്ചും കൂടി നീട്ടിക്കൂടെ, എനിക്ക് ലേശം കൂടി നിസ്കരിച്ച് വാർക്കേണ്ടിയിരുന്നു. ഇത് തന്നെയാണ്. അപ്പോൾ ഇവൻ്റെ ലക്ഷ്യം എന്താ? ലക്ഷ്യം മാറാപ്പ് കിട്ടലാണ്. മകന് പെണ്ണുങ്ങളെ മൂട്ടിലൊരു മാറാപ്പുണ്ട്, ആ മാറാപ്പും കൂടി ഇങ്ങോട്ട് കിട്ടണം. കിട്ടുന്നിടത്തുനിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാറാപ്പിയത്താണ് അവൻ്റെ ലക്ഷ്യം. അള്ളി തമ്മിൽ ഒരു ബന്ധമില്ല. ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ദുനിയാവ്. അള്ളാഹ് അവന് പ്രേമുണ്ടോ? അവന് പ്രേമം എന്തിനാണ്? അവൻ പ്രേമം പൈസ. അവന് സ്വത്ത് വേണം, മുതൽ വേണം, കാര്യം വേണം, ഒക്കെ നടക്കണം, കാറ് വേണം, എല്ലാം വേണം. ഇവിടെ ഒന്നും പ്രേമം എന്ന സംഗതി ഉണ്ടാവില്ല. പ്രേമം അള്ളാഹുവിന് മാത്രമായിരിക്കും. അപ്പോൾ പിന്നെ വേറൊന്നുമില്ല, ലക്ഷ്യയിലുണ്ടാവും, തലയിലുണ്ടാവില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വഹയി അറിയിച്ചു, ഇന്നി ഹറംതു അലാ ഖുലൂബി അല്ലാ യദ്ഖുലഹാ ഹുബ്ബി വഹുബ്ബു അബ്ദി വഹുബ്ബു ഗൈരി. ഫഅൗഹാ അല്ലാഹു ഇലാ മൂസ,
മൂസാ നബിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചുണ്ട്, ഇന്നി ഹറംതു അലൽ ഖുലൂബി, ഞാൻ ഹൃദയങ്ങളുടെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്, അയദ്ഖുലഹ, ഹൃദയങ്ങളിൽ പ്രവേശിക്കൽ, ഹുബ്ബു ഹുബ്ബി വ ഹുബ്ബു ഗൈരി, എന്നോടുള്ള പ്രേമവും ഞാൻ അല്ലാത്തതിനോടുള്ള പ്രേമവും രണ്ടും കൂടി ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ ഹറാമാക്കിയിട്ടുണ്ടെന്ന് അല്ലാഹു തആല മഹാനായ സയ്യിദുന ദാവൂദ്, സയ്യിദുന ദാവൂദ്, മൂസാ നബി അല്ല, ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബിക്ക് അല്ലാഹു തആല വഹി അറിയിച്ചു എന്ത്? ഇന്നി ഹറംതു അലൽ ഖുലൂബ്, ഞാൻ ഹൃദയങ്ങളെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. എന്ത്? ഹൃദയങ്ങളിൽ പ്രവേശിക്കൽ, ഹുബ്ബി വഹുബ്ബു ഗൈരി, എന്നോടും ഞാനല്ലാത്തതിനോടുള്ള പ്രേമം രണ്ടും കൂടി ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. എന്താ അതിനർത്ഥം? എന്നോടും ഞാനല്ലാത്തതിനോടുമുള്ള പ്രേമം ഒരു ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് ഹൃദയത്തെ പടച്ച കാലത്തെ ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. എന്താ അതിനർത്ഥം? അല്ലാഹു അല്ലാത്ത ഏതൊന്നിനോടും നിനക്ക് പ്രേമമുണ്ടോ എങ്കിൽ അല്ലാഹുവോടുള്ള പ്രേമം ഉണ്ടാവുകയില്ല. അല്ലാഹുവോട് നിനക്ക് പ്രേമമുണ്ടോ എങ്കിൽ അല്ലാഹു അല്ലാത്ത ഒന്നിനോടും നിനക്ക് പ്രേമം ഉണ്ടാവുകയില്ല. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാഹു അല്ലാഹു. അപ്പോൾ ചോദ്യം, അപ്പോൾ ഭാര്യയോടോ? അത് അല്ലാഹു വഴിയാണ്. അള്ളാഹിൻ്റെ കരാറാണ്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അവളെ പ്രേമിക്കണം. അപ്പോൾ നമ്മൾ പ്രേമിച്ച സത്യത്തിൽ അള്ളാഹ് തന്നെയാണ്. അല്ലാഹു വഴിയാണ് അവളെ പ്രേമിച്ചത്. അവൾ അള്ളാഹനെ ഒഴിവാക്കിയാൽ ഒരു സെക്കൻഡിൽ, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്താൽ ഒരു സെക്കൻഡിൽ നമ്മൾ അവരും വിടും. പിന്നെ ഒരു കാര്യം വിട്ടാണ്, വണ്ടി വിടും. ഇത് നടക്കൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അല്ലാഹും അവളുടെ ചെയ്തിയും തമ്മിൽ ബന്ധമില്ലെങ്കിൽ ഖൽബിൽ നിന്ന് ഹുബ്ബെടുത്ത് കളയും. ഇടപെടലൊക്കെ ഇടപെടും. ആരോട് ഇടപെടാം? പ്രേമം ഉണ്ടാവില്ല. ഇടപെടലൊക്കെ ഇടപെടാറ്. നമ്മൾ പീടി പോയി സാധനം വാങ്ങില്ലേ, ചായ കുടിക്കാൻ പോണില്ലേ, ഒരാൾക്ക് നമ്മൾ പ്രേമിക്കണ്ടോ? ഇല്ല, ഇടപെടുന്നുണ്ട്. ഇടപെടും വേറെ, പ്രേമം വേറെ. ഭാര്യയോട് ഇടപെടും, പ്രേമം ഉണ്ടാവില്ല. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? പറയടോ, മനസ്സിലാവണില്ലേ പറഞ്ഞത്? മക്കളോട് ഇടപെടുന്നില്ലേ? ഉണ്ട്, പക്ഷെ പ്രേമം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? തലക്ക് കൊടുക്കണം. അല്ലാഹുവോടുള്ള പ്രേമം അവളിൽ നീങ്ങിയാൽ പിന്നെ അവളെ അല്ലെങ്കിൽ അവനെ നമ്മൾ പ്രേമിക്കൂല. മനുഷ്യന്മാർ ഇത് 152 ക്ലാസ്സാണ്. 1001 ക്ലാസ് ആണെങ്കിലും ഇതന്നെ പഠിക്കാനുള്ളത്. ഇത് പഠിച്ചാൽ തീരൂല്ല. അത് പഠിച്ചാലും തീരൂല്ല. 1-ാം ക്ലാസ് കഴിയില്ല, പിന്നെ 2-ാം ക്ലാസ്. ഫിഖ് പഠിച്ചാൽ 1-ൽ നിന്ന് 2-ലേക്ക് കയറാം, 2-ൽ നിന്ന് 3-ലേക്ക് കയറാം. എന്നാൽ മഹബത്ത് പഠിച്ചാൽ 2-ൽ കയറുകയില്ല, 1-ലായിരിക്കും. 1 തന്നെ, 2 ഉണ്ടാവില്ല. നമ്മളെ പോലത്തെ 2 കയറാൻ കഴിയില്ല. 1 കയറിയാൽ അൽഹംദുലില്ലാ, 1 തന്നെ ഇല്ല, ഇനി 1 കയറണം. മനസ്സിലായോ? മനസ്സിലാവണില്ലേ? തലക്ക് കയറുന്നില്ലേ? അതുപോലെ ചിന്തിക്കണം. അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും അടുത്തേക്ക് ഇരുന്നിട്ടില്ല. ഞാനൊരു നരിയൊന്നും അല്ലല്ലോ മനുഷ്യന്മാർ. ഞാനെക്കാലം വരെ ഒരാളെ കൊന്നിട്ടില്ലല്ലോ, എന്തിനാ ദൂരെ ഇരിക്കണം? ഇത് തമാശയാണോ ഇപ്പം അറിയണത്? അള്ളാഹുവോട് കേൾക്കാനാണെങ്കിലും അവിടെ ഇരുന്നാൽ പോലെ, കാറിന് ചാരി ഇരുന്നാൽ പോലെ. അവിടെ കാറിന് ചാരി ഇരുന്ന് നിൽക്കണോലും ഇത് കേൾക്കണില്ലേ? വളരെ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്കണ്ട ഈ പറഞ്ഞത്. എന്ത് ഈ അള്ളാഹു അല്ലാതെ ആര്? അള്ളാഹുവിനോടല്ലാതെ എന്തിനോടാ ബന്ധം? ബഹുമാനപ്പെട്ട റിസാലക്ക് മഹാനായ ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു, സക്കരിയ അൻസാരി തങ്ങളുടെ റിസാലക്ക് അവർ എഴുതിയ വ്യാഖ്യാനമാണിത്. ഒക്കെ കിതാബ് നോക്കി തന്നെ പറയും. ഇത് അഹ്ലുസ് സുന്ന അംഗീകരിക്കുന്ന കിതാബുകളാണ്. അതേവിടെ പറയുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. മറ്റുള്ളവർ ആരോട് ഇവിടെ വയറില്ല. അവർക്ക് വേണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ കേൾക്കണ്ട. അവരെ വിമർശനം ഞാൻ വിലക്ക് എടുക്കൂല. അഹ്ലുസ് സുന്നയുടെ വിമർശനം മാത്രമേ ഞാൻ പരിഗണിക്കുള്ളൂ, അതൊന്നും പരിഗണിക്കില്ല. എന്തുകൊണ്ട്? ഞാൻ കണക്കാക്കിയിട്ടില്ല. ഇത് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹുവിന്റെ കിതാബാണ്.
ആരാ സക്കരിയ അൻസാരി? മഖ്ദൂം തങ്ങന്മാരുടെ ഉസ്താദ്, മഖ്ദൂമുൽ കബീറിൻ്റെ ഉസ്താദാണ് ആര്? സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. മഖ്ദൂമുൽ കബീറിൻ്റെ പൊന്നാനി കെട്ടിൽ കിടക്കുന്ന കേരളത്തിലെ ഉസ്താദുൽ അസാത്തിദാണ്. 500 കൊല്ലം മുമ്പ് ശേഷം ഇടയിൽ മലയാളക്കരയിൽ വന്ന എല്ലാ വിജ്ഞാനവും മഖ്ദൂം വഴിയാണ് റളിയല്ലാഹു അൻഹു. മഖ്ദൂമിൻ്റെ ഉസ്താദാണ് ആര്? സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. എവിടെ അവരെ ഖബർ? മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു കാലിൻ്റെ ചോട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലവട്ടവും. ഷാഫി ഇമാമിൻ്റെ പള്ളിയിൽ നിന്ന് ഷാഫി ഇമാമിൻ്റെ മഖബറയിലേക്ക് നടക്കുന്ന സമയത്ത് ഒരൊറ്റ കെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ കടന്നിട്ട് വേണം ഷാഫി ഇമാമിൻ്റെ ഖബറിലേക്ക് പോകാൻ. ഷാഫി ഇമാമിൻ്റെ മദ്ഹബിനെ പിൽക്കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹയാത്താക്കിയ ആൾ സക്കരിയ അൻസാരിയാണ് റളിയല്ലാഹു അൻഹു. പകരം പറയാനില്ലാത്ത വിജ്ഞാന ലോകത്തെ സുൽത്താനായിരുന്നു സക്കരിയ അൻസാരി റളിയല്ലാഹു അൻഹു. അവരെ കിതാബാണത്, അതിലാണ് എഴുതിയിട്ടുള്ളത്. നമുക്കത് പ്രമാണങ്ങളാണ്. എന്തുകൊണ്ട്? വസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലാത്തത് അറിവുള്ളവർ പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം. നമുക്കൊരറിവുമില്ല, അവരറിവുള്ളവരാണ്. അതാണ് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. വളരെ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. ഈ കാട്ടിക്കൂട്ടിലൊക്കെ നിർത്തിയിട്ട് പടച്ചോനിലേക്ക് മടങ്ങുക, അള്ളാഹിനെ പ്രേമിക്കുക. അള്ളാഹിനെ കിട്ടിയാൽ പിന്നെ ലോകമൊക്കെ നഷ്ടപ്പെട്ടാൽ എന്താ? അള്ളാഹുവിനെ കിട്ടിയിട്ട് ഈ ലോകം ഒന്നും കിട്ടിയില്ല എന്നാലെന്താ? അള്ളാഹിനെ കിട്ടാതെ ഈ ലോകം ഒക്കെ കിട്ടിയിട്ടുണ്ട്. അള്ളാഹുവിനെ കിട്ടിയില്ല, ഈ ലോകം ഒക്കെ കിട്ടി. എന്ത്? അള്ളാഹുവിനെ കിട്ടി, ലോകം ഒന്നും കിട്ടിയില്ല. എന്ത്? മനസ്സിലായില്ലേ? അള്ളാഹുക്ക് ഒരു പ്രശ്നമുണ്ട്. അള്ളാഹുവിനോടുള്ള പ്രേമം വേറൊരാളുടെ പ്രേമം ഒരു നിലക്ക് നടക്കൂല. അതല്ല ഹറാമാക്കിയിട്ടുണ്ട്. എന്നെ പ്രേമിക്കുന്ന ഒരാൾ വേറൊന്നിനും പ്രേമിക്കാൻ പാടില്ല. ഇന്നി ഹറംതു അലൽ ഖുലൂബ്, ഞാൻ ഹൃദയങ്ങളെ മേൽ ഹറാമാക്കിയിട്ടുണ്ട്. അയ്യദ്ഖുലഹ, ഹൃദയങ്ങൾ പ്രവേശിക്കൽ. എന്ത് പ്രവേശിക്കൽ? ഹുബ്ബി വഹുബ്ബു ഗൈരി, എന്നോടുള്ള പ്രേമവും ഞാനല്ലാത്തതിനോടുള്ള പ്രേമവും രണ്ടും കൂടി ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് ഞാൻ ഹൃദയങ്ങളെ മേൽ ഹറാമാക്കി. പ്രേമിക്കാതെ നിൽക്കാൻ നല്ല, അങ്ങനെയല്ല, ഹറാമാക്കി. കള്ളുപോലെ കള്ള് നാവിനെ ഹറാമാക്കിയതാണെങ്കിൽ മറ്റത് ഹൃദയത്തിനെ ഹറാമാക്കിയതാണ്. രണ്ടാ. ഹൃദയത്തിൻ്റെ വായ വേറെയും കള്ളിൻ്റെ വായ വേറെയാണ്. പള്ളയുടെ വായ ഇതാണ്, ഹൃദയത്തിൻ്റെ വായ വേറെയാണ്. ആ വായയിലൂടെ വേറെ ആളെ കുടിക്കാൻ പാടില്ല. سقاني الحب كأسا بعد كأسي فما نفذ الشراب وما رواني يا سبحان الله. سقاني الحب كأسا بعد كأسي فما نفذ الشراب وما رواني. പ്രേമത്തിന്റെ ചഷകം ഒന്നിനൊന്ന് ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന്. പ്രേമത്തിന്റെ ചഷകം ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. ആരുടെ വലിയ? ഇത് മൻസൂറുൽ ഹല്ലാജിന്റെ വലിയ. തെറ്റിദ്ധരിച്ച ജനം മൻസൂറിനെ കൊന്നുപോയി. പിന്നീട് ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി വന്നപ്പോൾ പറഞ്ഞു, ഹല്ലാജിനെ കൊന്ന കാലത്ത്, മൻസൂർ ഹല്ലാജിനെ കൊന്ന കാലത്ത് ഞാൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കൈയിനെയും മൻസൂറിനെ തൊടാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല. മൻസൂർ അത്ര മഹാനായിരുന്നു. മനസ്സിലാവുണ്ട് പറഞ്ഞത്? മൻസൂർ ഹല്ലാജിൻ്റെ വരിയായിട്ട് ബഗ്ദാദിലാണ് മൻസൂർ ഹല്ലാജിൻ്റെ മഖബറ. ഞാൻ പോയിട്ടുണ്ട്. سقاني الحب كأسا بعد كأسي فما نفذ الشراب وما رواني. പ്രേമത്തിന്റെ ചഷകം ഒന്നിന് പിറകെ മറ്റൊന്ന് എന്ന നിലയിൽ ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു. പാനീയം തീർന്നില്ല. എന്റെ ദാഹം അടങ്ങിയതുമില്ല. അതാണ് ഞാൻ പ്രേമത്തിന്റെ ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ കയറാൻ കഴിയില്ലാറ്. ഒന്ന് നിറഞ്ഞാലല്ലേ 2 കയറാൻ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഫിഖ്ഹിൽ 2ാം ക്ലാസ് ഉണ്ട്, പ്രേമത്തിൽ 2ാം ക്ലാസ് ഇല്ല, 1ാം ക്ലാസ്. അതൊന്ന് പറഞ്ഞ് എനിക്ക് പ്രേമം എൻ്റെ മനസ്സിൽ നിറഞ്ഞില്ല എന്ന് പറഞ്ഞത് മൻസൂർ ഹല്ലാജ. അപ്പൊ നമ്മളെ അവസ്ഥ എന്താ? നമ്മൾ പൊന്നാര മുഅ്മിനെ അതിന്റെ വാതിൽ തുറന്നു നോക്കാത്തത് കൊണ്ടാണ്. പ്രേമത്തിന്റെ വാതിൽ തുറന്നാൽ നമ്മളെ അവസ്ഥ മാറും. ദുനിയാവിൽ ഒരു പെണ്ണിനെ പ്രേമിക്കുന്നതിന്റെ അവസ്ഥ മാറിയല്ലോ.
നാട്ടുകാരനെ പിടിച്ചടിച്ച് അവളെ മതിലിൻ്റെ പിന്നാലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ നാട്ടുകാരനെ അയൽവാസികളെ അടിച്ച് പിടിച്ച് നീ ഇവർക്ക് കണ്ടുപോയതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ നാട് പിടിത്തിയാൽ അടുത്ത ദിവസം പിന്നെയും വരും. അതിൽ വെള്ളറച്ച് കിട്ടി, അത് പിന്നെയും വരും. എന്തുകൊണ്ട്? അത് പ്രേമാണ്. أقبل ذا الجدار وذا الجدار ولا حب الديار شغفنا قلبي ولكن حب من سكن الديار أمر على جدار ديار ليلى أقبل ذا الجدار وذا الجدار ولا حب الديار شغفنا قلبي ولكن حب من سكن الديار. ലൈലയുടെ വീട്ടിന്റെ മതിലിന്റെ ചുറ്റും നടന്ന് ഞാൻ ചുംബിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ മതിലിനോട് വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് എന്ന് ധരിക്കേണ്ട. ഞാൻ മതിലിന്റെ ഇവിടെയും അവിടെയും ചുംബിക്കുന്നത് നിങ്ങൾ കാണും. എന്റെ ഹൃദയത്തിൽ മൂടിയത് മതിലിനോടുള്ള പ്രേമമല്ല, മതിലിന്റെ ഉള്ളിൽ പാർക്കുന്ന ഒരാളോടുള്ള പ്രേമമാണ്. പ്രേമം എങ്ങനെയാണ്? വളരെ ചിന്തിക്കണം. അല്ലാഹു നമുക്ക് നമ്മളെ നന്നാക്കി തരട്ടെ. ഉറക്കെ പറ, അല്ലാഹു നന്നാക്കി തരട്ടെ. ലോകത്തൊരാൾ നിസ്കരിച്ച് നേടിയിട്ടില്ല, നോമ്പോച്ച് നേടിയിട്ടില്ല. നേടിയവരെല്ലാം പ്രേമം കൊണ്ടാണ് നേടിയത്. പ്രേമത്തിന് പിന്നെ ചിലപ്പോൾ ഒരു പ്രതിഫലം ഉണ്ടാവും. നിസ്കരിച്ച് പ്രേമിക്കല്ല, പ്രേമിച്ച് നിസ്കരിക്കുക. മനസ്സിലായില്ല? ഒരാൾക്ക് പ്രേമം കൂടിയപ്പോൾ നിസ്കരിച്ചു, ഒരാൾക്ക് പ്രേമം കൂടിയപ്പോൾ നോമ്പോറ്റു, ഒരാൾക്ക് പ്രേമം കൂടിയപ്പോൾ ഖുർആൻ ഓതി, ഒരാൾക്ക് പ്രേമം കൂടിയപ്പോൾ എവിടെ അള്ളാനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. അള്ളാനെ പറ്റി ഇന്ന് പറയുന്ന കച്ചവട ചെറുക്കല്ല, ഇന്ന് കച്ചവടമാണ്. നാട്ടിലെ ആൾ മുഴുവനും കാഫറാക്കുകയും നാട്ടിലെ ജനങ്ങളെ മുഴുവനും വിഡ്ഢിയാക്കുകയും ചെയ്യുന്ന പുതിയ രീതിയാണ് ഇന്നത്തെ അള്ളാഹിനെ പറ്റി കണക്കാക്കുകയും ചെയ്തത്. അവർ അള്ളാഹുവിൽ നിന്ന് ഏറെ അകന്നവരാണ്. അത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾ നേര് മനസ്സിലാക്കാൻ കഴിയാത്തവരെന്നല്ലാതെ അത് സാധിപ്പിക്കല്ല, അതൊരു നിർവാഹം എനിക്കില്ല. അള്ളാഹു പറഞ്ഞു എന്ന ഇന്ന് തൗഹീദിൻ്റെ പേരിൽ തർക്കിക്കുന്ന ആളുകളെ നിങ്ങൾ വിശ്വസിക്കേണ്ട. അവർ തൗഹീദിൽ നിന്ന് ഏറെ അകലെയാണ്, അള്ളാഹുവിന് വളരെ അകലെയാണ്. അത് പറയുമ്പോഴത്തേനും അവർക്ക് ഇനിയും ദേഷ്യം വരും. ദേഷ്യം വരുന്നത് ഇനിയൊരു നിർവാഹമില്ല. അവർക്ക് ഞാൻ ഈ പറയുന്ന ഭാഷ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ അവരോട് തർക്കിക്കാനും ഇല്ല. എന്തുകൊണ്ട്? എൻ്റെ സമയം തർക്കിക്കാനുള്ളതല്ല. വളരെ ചിന്തിക്കണം. പ്രേമം എന്ന് അതന്നെയാണ്. അല്ലാഹുവിൽ ഒരു അബ്ദിന് പ്രേമം വന്നാൽ നിസ്കരിക്കാം, നോമ്പുൽക്കാം, ഖുർആനോടാം, അന്തം വിടാം, ഒന്നുമില്ല, അന്തം വിട്ടിരുന്നു, അങ്ങനെ ഉണ്ടാവും. മനസ്സിലെ അങ്ങനെയും വരും. നിസ്കാരവും നോമ്പൊക്കെ നിന്നുപോയി, പിന്നെ അന്തം വിട്ടിരുന്നു, അങ്ങനെയും വരാം. പ്രേമത്തിൽ മതിഭ്രമം വന്നു, അങ്ങനെയും വരാം. അയാളെ ലോഡിനേക്കാൾ കൂടുതൽ അയാൾക്ക് കിട്ടിയാൽ പിന്നെ വണ്ടി വെക്കുമല്ലോ. പറയും മനുഷ്യന്മാർ സാധാരണ ലോറിയിൽ എത്ര കയറ്റും? ലോറിൻ്റെ മതിപ്പ് ഞാൻ തന്നെ പറയണം. പറയൂ, ഒരു ലോറിയിൽ എത്ര കയറ്റും? എത്ര ടണ്ണ് കയറ്റും? 8 ടണ്ണ്. അല്ല, ഏറി വന്നാൽ 8 ടൺ, 10 ടൺ, 15 ടൺ കയറ്റിയാലോ ലോറി അടക്കും. അതന്നെ ചില ആളുകളൊക്കെ ഒന്നു ലോറി അങ്ങോട്ടുമില്ല, ലോറി ഇങ്ങോട്ടുമില്ല. എന്നാൽ ലോറിയെ നമുക്ക് പരിക്ക് മടങ്ങാറാണ്, ലോറി പോലും. പൊള്ളാച്ചിക്ക് സാധനം കൊണ്ട് പുറപ്പെട്ട ലോറിയിൽ 8 ടൺ കയറ്റേണ്ട ലോറിയിൽ 15 ടണ്ണാണ് കയറ്റിപ്പോയി. ഒരു നീളം ഒരു നിലക്ക് ലോറി പോകുന്നു, പിന്നെ ലോറി അടങ്ങുന്നു. അപ്പം നമ്മൾ ലോറിനോട് പറഞ്ഞു, ലോറിയെ നിനക്ക് വയ്യെങ്കിൽ നമുക്ക് പൊരയൊക്കെ മടങ്ങൂല, ഇനി ലോറിനെ കെട്ടി വലിക്കേണ്ടി വരും. മുന്നോം പോവില്ല, പറയാ പിന്നെ പോവില്ല. തന്നെ ചില ആളുകൾ ഇങ്ങനെയാവും. എന്ത് പ്രേമം അങ്ങനെ ഉണ്ടാവും. അവരെ ഭ്രാന്തന്മാരായി കണക്കാക്കണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഇബാദുണ്ട്. ആ ഇബാദിനെ നിങ്ങൾ സ്കെയിലും വെച്ച് അളക്കണ്ട. ഈ ഔലിയാക്കന്മാരെ അളക്കാൻ നടക്കണ കുറച്ച് ആളുകളുണ്ട്, അതിൽ പലരും ഉണ്ട്. തർക്കിക്ക് അവനാൻ്റെ പണിയെടുക്കാതെ ആരാൻ്റെ മേൽ കുതിര വിടും. അവനാൻ്റെ പണിയെടുക്കാൻ ആരുമില്ല, ആരാൻ്റെ മേൽ കുതിര വിടും. പ്രേമം അളക്കാൻ വേണ്ടിയിട്ട് ടൈലർ കൊണ്ടുവന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒന്ന് തോളിലിട്ട് വന്നു പ്രേമം അളക്കാൻ വേണ്ടിയിട്ട്. കുപ്പായത്തിന് മീറ്ററിന് അളവെടുക്കണമില്ലേ? അറിയടോ. മജ്നൂന് ലൈലാനോടുള്ള പ്രേമം വളരെ ഉണ്ട്. എത്ര ഉണ്ട് നമുക്ക് നോക്കണം. ആ ടൈലറെ വിളിച്ചോ. അങ്ങനെ തുന്നക്കാരൻ വന്ന്, എന്തിനാ തുന്നക്കാരൻ വന്ന്? മജ്നൂനിന് ലൈലയോട് എത്ര പ്രേമമുണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് തുന്നക്കാരൻ ആ തോളിൽ മറ്റേ സാധനം ഇട്ടുകൊണ്ട് വന്നു.
അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ പിടിച്ചൊന്ന് ഇങ്ങനെ നോക്കും, ഒന്നിങ്ങനെ നോക്കും, ഒന്നിങ്ങനെ ഇത് മാത്രം നോക്കും. എന്തിന്? മജ്നൂനിന്റെ ലൈലയോടുള്ള പ്രേമത്തെ അളക്കാൻ വേണ്ടി നടക്കുന്നവരെ പോലെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ദിവ്യപ്രേമത്തെ അളക്കാൻ നടക്കുന്ന ഇന്നത്തെ തലേക്കെട്ടുകാരായ അന്തല്ലാത്തവർ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ അളക്കാൻ പറ്റിയ സാധനം നിങ്ങളെ കയ്യിലില്ല തലേക്കെട്ടുകാരെ. അത് അവരെ പുറത്തോൾക്ക് തിരിയും. വലിയല്ലാത്തൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. വലിയ തിരിയണമെങ്കിൽ വലിയാണ് മനസ്സിലാവുണ്ട പറഞ്ഞത്. എന്നും നമ്മൾ പണിയെടുക്കുക. മമ്പലത്തെ തങ്ങൾക്കോ മടവൂരിലെ ഉപ്പാപ്പാക്കോ അള്ളാഹുവോടും റസൂലിനോടുമുള്ള പ്രേമം അടക്കാനും അവരിൽ നിന്ന് അതുവഴിയായി അള്ളാഹുവിൽ നിന്ന് ആ മഹാന്മാർക്ക് ലഭിച്ച മഹത്വങ്ങളെ അളക്കാനും ഒരു തലക്കെട്ടാനും മെനക്കെടണ്ട. ആ മെനക്കെടല് മജ്നൂനിന്റെ ലൈലയോടുള്ള പ്രേമത്തെ അളക്കാൻ തുന്നക്കാരനെ കൊണ്ടുവരുന്നത് പോലെയാണ്. അല്ലാഹു 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 പ്രേമം കൊണ്ട് എന്താ നമുക്ക് എന്തും നടക്കും. പ്രേമം വേണം, പ്രേമം. ഇലക്ട്രിസിറ്റി കിണറിലെ മോട്ടറിലെത്തിയാൽ വെള്ളം കയറും. എന്നാൽ മിക്സിയിലെത്തിയാൽ ആടായ സാധനങ്ങൾ അടിച്ചു കൊടുക്കും. ആസ് കല്ലിലെത്തിയാൽ മാവ് കുഴച്ചു കൊടുക്കും. എന്ത്? ഇലക്ട്രിസിറ്റി. ഹമ്മാമിലെ കുളിപ്പുരയിലെ ഹീറ്ററിലെത്തിയാൽ വെള്ളം ചൂടാക്കി കൊടുക്കും. അതേ സമയത്ത് ഫ്രിഡ്ജിലെത്തിയാൽ തണുപ്പിച്ചു കൊടുക്കും. എന്താ ഇലക്ട്രിസിറ്റി പണി? ചൂടാക്കലോ അല്ല, തണുപ്പിക്കലോ അല്ല, എന്താണ് ആവശ്യം അത് നടത്തി കൊടുക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇതന്നെ പ്രേമം. പ്രേമിക്ക് പറക്കണമെന്നാൽ പറക്കും, നടക്കണമെന്നാൽ നടക്കും, അറിയണമെന്നാൽ അറിയും, പോണമെന്നാൽ പോവും, പോരുതെന്നാൽ പോവില്ല. പ്രേമം ഇലക്ട്രിസിറ്റി. നിങ്ങൾ ചിന്തിക്കേ, അങ്ങനെയാണ്. ഇലക്ട്രിസിറ്റി കിണറ്റിലെ മോട്ടറിലെത്തിയാൽ വെള്ളം അങ്ങനെ കയറ്റും. എന്നാൽ ക്രഷറിലെ മെഷീൻ എത്തിയാൽ ഇങ്ങനെ ഇറങ്ങും. ക്രഷറിൽ ഒരാൾ മെഷീൻ പിടിച്ചിട്ടുണ്ടാവും, ആ സാധനത്തിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അപ്പൊ അത് ഇങ്ങനെ ഇറങ്ങും. കിണറിലെ മോട്ടർ എത്തിയാൽ ഇങ്ങനെ ഇറങ്ങും. ഹീറ്ററിലെത്തിയാൽ തിളപ്പിച്ച് തരും, ഫ്രിഡ്ജിലെത്തിയാൽ തണുപ്പിച്ച് തരും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഫ്രീസറിലെത്തിയാൽ കട്ടയാക്കി തരും, ഗ്രൈൻഡറിലെത്തിയാൽ കട്ട ഉറച്ചു തരും. അങ്ങനത്തന്നെയല്ലേ പറയൂ. ഗ്രൈൻഡറിൽ ഇലക്ട്രിസിറ്റി എത്തിയാൽ പൊടിച്ചു തരും, ഫ്രീസറിലെത്തിയാലോ കട്ടയാക്കി തരും. ആ കട്ട ഗ്രൈൻഡറിലെത്തിയാലോ പൊടിച്ചു തരും. ഇതന്നെ. എന്താണോ പ്രേമിക്ക് വേണ്ടത്, പ്രേമം അതെല്ലാം നടത്തി കൊടുക്കും. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് മൂത്ര തടസ്സമുണ്ടായി. മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ്, ഉറക്കപ്പറ, സൂഫി ചക്രവാളത്തിലെ സുൽത്താനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ മൂത്ര തടസ്സം ഉണ്ടായത് മഹാനായ സക്കരിയ അൻസാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. എൻ്റെ ആശുപത്രിക്കൊന്നും പോയില്ല, അന്നുണ്ടല്ലോ ചികിത്സാനൊത്തും പോയില്ല. മൂത്ര തടസ്സം ഉണ്ടായി, മൂത്രം വരണില്ല പുറത്തേക്ക്. മൂത്രം വരാന്നാ കഴിഞ്ഞില്ല കട. വേദന പറഞ്ഞാൽ തീരൂല. ഏറ്റവും വലിയ വേദന മൂത്ര തടസ്സം കൊണ്ടുണ്ടാകുന്ന വേദനകളിൽ ഒന്നാണ് മൂത്ര തടസ്സത്തിന്റെ വേദന. അല്ലാഹു അത്തരം രോഗങ്ങളെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ആരെ പറ്റിയാ പറഞ്ഞത്? ഫുളൈൽ ഇബ്നു ഇയാദ്. ഉറക്കപ്പറ, മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന് ഒരിക്കൽ മൂത്ര തടസ്സം ഉണ്ടായി. ബൗലുൽ ഫുളൈൽ ഇബ്നു ഇയാദ്. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പോരുന്നില്ല, മൂത്രം കെട്ടി നിൽക്കുക. ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാമല്ലോ, വയസ്സായ പ്രത്യേകിച്ച് സംഭവിക്കാം. നമ്മളൊക്കെ അപ്പോൾ ICUയിൽ കൊണ്ടുപോയി ഒന്നുമില്ല. അക്കാലത്തൊരു ചികിത്സ ഉണ്ടാവുമല്ലോ, അതിനൊന്നും പോയില്ല. എന്ത് ചെയ്തിട്ട് പ്രേമിക്ക് നടക്കാത്തൊരു കാര്യമില്ല.
ഫറഫഅ യദൈഹി ഇലസ്സമാ, രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ബിഹുബ്ബി ലക്, اللهم اجعلنا منه، اللهم اجعلنا منه، اللهم اجعلنا. അത് പറയാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരണമേ റബ്ബ്. اللهم بحبي لك، اللهم بحبي لك. അല്ലാഹുവേ എനിക്ക് നിന്നോടുള്ള പ്രേമം കാരണം അത് പറയണമെങ്കിൽ എവിടെ എത്തണം? اللهم بحبي، اللهم بحبي لك إلا أطلقته عني. അല്ലാഹുവേ എനിക്ക് നിന്നോടുള്ള പ്രേമം നിനക്കറിയാമല്ലോ, അത് കാരണമായി എന്റെ മൂത്രസഞ്ചിയിലെ പ്രയാസം പരിഹരിക്കണമേ, എന്റെ മൂത്രം പുറത്തു പോകണമേ. അല്ലാഹുമ്മ ബിഹുബ്ബി ലക്. ആര് പറഞ്ഞു? മറക്കരുത് മോനെ, മറക്കരുത്. ആര്? ഫുളൈൽ ഇബ്നു ഇയാദ്, സൂഫി ചക്രവാളത്തിലെ സുൽത്താനായിരുന്ന വലിയ ആരിഫായിരുന്ന മഹാനായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. സക്കരിയ അൽ അൻസാരി ഉദ്ധരിക്കുകയാണ്, എന്റെ വകയല്ല. അല്ലാഹുമ്മ ബിഹുബ്ബി ലക്, അല്ലാഹുമ്മ അല്ലാഹുവേ ബിഹുബ്ബി ലക്, എനിക്ക് നിന്നോടുള്ള പ്രേമം കാരണം. ഞാൻ നിസ്കരിച്ച കാരണമല്ല, ഞാൻ നോമ്പോറ്റല്ല, ഞാൻ മുഹറത്തിൽ നോമ്പോറ്റ് കൊണ്ടൊന്നുമല്ല. അല്ലാഹുമ്മ ബിഹുബ്ബി ലക്, എനിക്ക് നിന്നോടുള്ള പ്രേമം കാരണം. ഇല്ലാ തലഖ്തഹു അന്നി, അതിനിപ്പോൾ ഒഴിവാക്കി തരുന്നു. ഫമാ ബരിഹ, പിന്നെ ഒരു നിമിഷം താമസിച്ചില്ല. ഫമാ ബരിഹന, ഞങ്ങൾ ഫുളൈലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തിന് അദ്ദേഹത്തിന് മൂത്രശങ്കയുണ്ടായി, ഓടിപ്പോയി മൂത്രമൊഴിച്ചു, വയറ് മുഴുവൻ കാലിയായി. ഞങ്ങൾ കണ്ടതാണ്. ആരാ ഇത് പറയുന്നത്? ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമായിരുന്ന അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖാദിമു ഫുളൈൽ ഇബ്നു ഇയാദ്, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ ഖാദിമായ അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മനസ്സിലായില്ല? ഞങ്ങളൊരു സദസ്സിൽ കുറച്ച് ആളുകളുണ്ട്, അദ്ദേഹത്തിന് രോഗം വന്നു, മൂത്രം കെട്ടി പുറത്തു വരുന്നില്ല, പൊളയേണ്ട വേദന. അപ്പോഴാണ് തന്റെ ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ഫുളൈൽ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ബിഹുബ്ബി ലക്, അല്ലാഹുമ്മ ബിഹുബ്ബി ലക്. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെയല്ലേ? വീട്ടിൽ പൊടിപ്പത് പണിയാണ്, ഭയങ്കര പണിയുള്ളൊരു ദിവസം നമ്മൾ മാർക്കറ്റിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി പോയി. ഭയങ്കര തിരക്കുള്ള തിരക്ക്, ഭാര്യയ്ക്ക് തിരക്ക്, വീട്ടിൽ അടുക്കളയിൽ തിരക്ക്, അവിടെ തിരക്ക്, അവിടെ തിരക്ക്. നയൽ വന്ന് മോളെ കുടുംബത്തിൽ നിന്ന് മോളെ കെട്ടിച്ച വീട്ടിൽ നിന്ന് ആളുകൾ വരാണ്ട് സൽക്കാരുണ്ട്, അത് ഉണ്ട്, ഭക്ഷണം ഉണ്ടാക്കണം, തിരക്കോട് തിരക്ക്. ഭാര്യ ഓട്, രാവിലെ സുബൈ മുതൽ അടുക്കളയിൽ കൂടി ഓട്. ആ നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കുപ്പാന് സ്ത്രീക്ക്. അപ്പോൾ അവൾ തിരിച്ചു പറയും, നിങ്ങൾക്ക് ഇന്നോട് ഈ നേരത്തെ പറയാൻ തോന്നിയല്ലോ. തിരിച്ചെന്ത് പറയും? എൻ്റെ ചക്കരയല്ലേ, എൻ്റെ മോളല്ലേ, പിന്നൊന്നും പറയണ്ട. അതാണ് ബിഹുബ്ബി ലക്. മനസ്സിലാവണില്ലേ? ഈ മാറാപ്പൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുമ്പ് ഒരാൾ ദ്വാരന്നപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ദ്വാരക്ക് പിരിഞ്ഞ് പിരിയാന്ന് പറയുമ്പോൾ മൂലിയത്ത് ദ്വാരന്ന് പഠിച്ചോനെ വീട്ടുകാരെയും മാസ്റ്ററേയും സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടനെ നിർത്തി മൂലിയരെ ഇതുപോലെ തന്നെ മാറാപ്പോണ്ട് ഞാൻ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ മാസ്റ്ററേലും കൂടി എൻ്റെ മേലെ വെച്ചിട്ട് മണി ദ്വാരക്കില്ലേ, ഇത് അങ്ങനെ ഫലിതമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം എന്താ പറയുക? അതൊരു വാക്കാ പ്രേമം നടക്കൂലെന്നുണ്ട്. അടുക്കളയിൽ പൊട്ടി പണിയാ, ഒരിക്കലും അത് ഈ സ്ത്രീ ഇത് കിട്ടില്ല. അപ്പൊ പ്രേമം പുറത്തെടുത്ത് എൻ്റെ ചക്കരയല്ലേ, എൻ്റെ മോളല്ലേ. അവളൊന്നും പറഞ്ഞില്ല. അവൻ മോട്ടോർ സൈക്കിളിൽ സാധനം വാങ്ങാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോഴത്തേന് ഈ സ്ത്രീ ചെയ്ത് തേച്ച് വൃത്തിയായി ഇതാ മേശപ്പുറത്ത് വളരെ ഭംഗിയായി വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വാക്കുണ്ടായി, എൻ്റെ ചക്കരയല്ലേ, എൻ്റെ മോളല്ലേ, അത്രയുള്ള വാക്ക്. അത് പെട്ടെന്ന് അല്ലാഹു തആല ഒഴിവാക്കി കൊടുത്തു, ഒറ്റ വാക്ക്. അല്ലാഹുമ്മ ബിഹുബ്ബി ലക്. പക്ഷെ മാത്രം വേണം. നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ കുട്ടികളെ, മനസ്സിലായില്ലേ? വന്നത് മുതലാവൂടാ. പരപ്പനാണെങ്കിൽ ഒന്നും ഒരു കൂട്ടത്തിലുണ്ട്, മണ്ണാർക്കാട് നിന്നവരുണ്ട്. മുതലാവൂടാ അല്ലാഹുവിനെ പറ്റിയല്ലേ പറയും. ഇത് ഞാനല്ല പറയണത്, റബ്ബിൻ്റെ തൗഫീഖാണ്, ഇതിൻ്റെ വാക്കല്ല. മനസ്സിലാവുണ്ട് പറഞ്ഞു. ഇത് ഒരു കാലത്തും ഈ ക്ലാസ് ഒഴിവാക്കരുത്, എന്തൊഴിവാക്കിയത് ഈ ക്ലാസ് ഒഴിവാക്കരുത്.
അല്ലാഹുവിനോടുള്ള പ്രേമം അതോട് കൂടാതെ നമ്മൾ രക്ഷപ്പെടില്ല. അതില്ലാതെ അതിന്റെ വാതിൽ പ്രവേശിക്കാതെ ഈമാന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. സലാസത്തുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ എന്ന് പുണ്യ റസൂൽ മുസ്തഫ. യാ അല്ലാഹ് യാ അല്ലാഹ്. എന്താ പറഞ്ഞേ? ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളുള്ളവർക്ക് ഈമാൻ മധുരമായിരിക്കും. ഹലാവത്തുൽ ഈമാൻ, അവർക്ക് ഈമാൻ മധുരമായിരിക്കും. ചില കാര്യങ്ങളുണ്ട്, അതുള്ളവർക്ക് ഈമാൻ മധുരമായിരിക്കും. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളുണ്ട്, അതുള്ളവർക്ക് ഈമാൻ പറയും ഈമാൻ ഹലാവ. ഹലാവ അത് കണ്ടിട്ടില്ലേ? കോഴിക്കോടൻ ഹലുവ. കോഴിക്കോടൻ ഹലുവ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഹൽവ കുറച്ച് മധുരം കുറച്ച് പഞ്ചസാര കൂടുതൽ ഇടുന്നത് കൊണ്ടായിരിക്കാം കോഴിക്കോടൻ ഹലുവർക്ക് ഏത് നാട്ടിലും മാർക്കറ്റ്. നിലമ്പൂർ അങ്ങാടിയിൽ വരെ കോഴിക്കോടൻ ഹലുവ എന്ന് പറഞ്ഞ് വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ നാട്ടിൽ. കോഴിക്കോട് ഹൽവ എന്ന് പറഞ്ഞാൽ എന്നതുപോലെ ഹലാവ ഹലാവ ഹലാവ. ثلاثة من كن فيه وجد بهن حلاوة الإيمان من كان الله ورسوله أحب إليه مما سواهما. അല്ലാഹുവോടും റസൂലിനോടും ഒരാൾക്ക് പ്രേമമുണ്ടായി, അഹബ്ബ ഇലൈഹി, ഏറ്റവും വലിയ പ്രേമമാണ് ആരോട്? അല്ലാഹുവോടും റസൂലിനോടും, മിമ്മാ സിവാഹുമാ, മറ്റാരെക്കാളും. ഭയങ്കര ഇഷ്ട. ആ ഇഷ്ടത്തിന്റെ ഭാഗമാണ് റബീഉൽ അവ്വൽ തോരണം തൂക്കൽ. ഇഷ്ടം, ഇഷ്ടത്തിന് ഇപ്പോഴും മുളഹറുണ്ടാവും, ഇഷ്ടം പ്രത്യക്ഷപ്പെടുത്തും. മനസ്സിലായില്ലേ? ഇഷ്ടം പ്രത്യക്ഷ. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു ബ്രിട്ടീഷ് ചെറുകഥ വായിച്ചിട്ടുണ്ട്. എന്താ ചെറുകഥയിലുള്ളത്? ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമാണ് തമ്മിൽ. അപ്പോൾ ഇവർക്കൊരു വെഡിങ് ആനിവേഴ്സറി വന്നു. വെഡിങ് ആനിവേഴ്സറി ദരിദ്രനാണ്, ഒന്നും കൊടുക്കാനില്ല. രണ്ടാൾക്കും, ഒരാൾക്ക് മറ്റേ ആൾക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കണം. ഭയങ്കര ഇഷ്ടപ്പെട്ട സമ്മാനം കൊടുക്കണം. അപ്പം എന്താ കൊടുക്കുക? ഭർത്താവ് ആലോചിച്ചു. അവൾക്ക് നീണ്ട മുടിയുണ്ട്, ആ മുടിയിൽ ഉള്ള ഒരു പിന്നെ നല്ല മുടിക്കഴകിനെ മനോഹരമാക്കുന്ന നല്ല എംബ്രോയിഡറി, നല്ല വർക്കൊക്കെയുള്ള നല്ലൊരു മുടിപ്പിന്ന് വാങ്ങാം, ഒരു ഹെയർ പിന്ന് വാങ്ങാം. അതിനാൽ അതിമനോഹരമായ ഒരു പിന്നെ അവളുടെ മുടിയിലുണ്ടെങ്കിൽ അതിന് മുടിക്ക് ഒരു പ്രത്യേക തിളക്കുണ്ടാവും. ഇപ്പം എന്താ ഉള്ളത്? അയാളെ കയ്യിലാകെ ഉള്ളത് 1 പൗണ്ടോ 2 പൗണ്ടോ ആണ്. അയാൾ അങ്ങാടിയിലൂടെ നടന്നു. അവൾക്കൊരു മുടിയിൽ ചൂടാവുന്ന ഒരു പിന്നെ കൊടുക്കാൻ എന്താ ചെയ്യുക? അങ്ങനെ നടന്നപ്പോൾ ഒരു മുടിയിൽ ചൂടുന്ന ഒരു പിന്നിന് 5 പൗണ്ടാണ്. അയാളെ കയ്യിലാകെ ഉള്ളത് 1 2 പൗണ്ടാണ്. ഇനി എന്താ ചെയ്യുക? അയാൾ അവസാനം വാച്ചിൻ്റെ മുന്നിലൂടെ ഉള്ള കടയിലൂടെ പോയി. മുന്നിലൂടെ പോയപ്പോൾ അയാൾക്ക് ഓർമ്മ വന്നു, അയാളെ കയ്യിൽ റിസ്റ്റ് വാച്ചുണ്ട്. അയാൾ വേഗം എന്ത് ചെയ്തു? ഈ വാച്ച് അഴിച്ചിട്ട് അവിടെ കൊണ്ട് വിറ്റു. എന്നിട്ട് ബാക്കിയുള്ള പൗണ്ട് വാങ്ങിയിട്ട് മുടിപ്പിന് പോയി. ഇവള് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവളും പുറത്തിറങ്ങിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ ഭർത്താവിന് ഇന്ന് വെഡിങ് ആനിവേഴ്സറിയാണ് വാങ്ങിക്കൊടുക്കണം എന്തെങ്കിലും. അയാൾക്ക് നല്ലൊരു വാച്ചുണ്ട്. ആ റിസ്റ്റ് വാച്ചിന് മനോഹരമായ ചെയിൻ പഴയതായി പോയിട്ടുണ്ട്. പുതിയ ചെയിൻ കിട്ടിയാലോ? ആ ചെയിൻ കിട്ടിയാൽ അത് അതിമനോഹരമായിരിക്കും. ആ ചെയിനും കൂടി ആയാൽ ആ വാച്ചിന്റെ തിളക്കം അദ്ദേഹത്തിന്റെ കൈത്തണ്ടൊക്കെ മാറ്റിവിട്ടു. പക്ഷേ അവളെ കയ്യിലുള്ളത് 1 2 പൗണ്ടാണ്. റിസ്റ്റ് വാച്ചിന്റെ കടയിൽ കയറി ചെന്ന് നോക്കുമ്പോൾ അതിലൊരു 4 5 പൗണ്ട് വേണം. അതവളെ കയ്യിലില്ല. ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ബ്യൂട്ടി പാർലറിന്റെ മുന്നിലൂടെ നടന്നുപോയി. അപ്പോൾ അവർ ഓർത്തു, മുടി വാങ്ങുന്നവർ ഇവിടെ ഉണ്ടാവും. അവൾ വേറെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അവളെ അഴിച്ചിട്ടാൽ ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് എത്തുന്ന ആ മുടി മുഴുവനും മുറിക്കാൻ അവൾ കരാർ കൊടുത്തു. അപ്പോൾ അതിന് 3 4 പൗണ്ട് കിട്ടി. ആ മുടി മുഴുവൻ മുറിച്ചു. എന്നിട്ട് ആ പണവും വാങ്ങി. അവൾ റിസ്റ്റ് വാച്ചിന് ചെയിനും വാങ്ങി. രണ്ടാളും വീട്ടിലേക്ക് റെഡിമെയ്ഡ്സിലേക്ക് വരുന്നൊരു രംഗമുണ്ട്. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ച കഥകളെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ കഥയാണിത്. മറക്കാൻ കഴിയില്ല. അത് ഞാൻ വായിക്കുന്നത് ഒരുപക്ഷെ ഈ കഥ ഞാൻ വായിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ 12ാം വയസ്സിലിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ 10 40 കൊല്ലം പിന്നെയും കഴിഞ്ഞു. മറക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അത് സ്നേഹത്തിൻ്റെ ഉദാത്തമായ ഒരു ധാരണ. വീട്ടിലെത്തി 2 കരിഞ്ഞു. എന്തുകൊണ്ട്? 2 കരിഞ്ഞു. അവളുടെ പ്രേമം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോൾ അവൾക്ക് മുടിയില്ല. പ്രേമം പ്രകടിപ്പിക്കാൻ വന്നു നോക്കുമ്പോൾ അയാളെ കയ്യിൽ വാച്ചുമില്ല. എന്ത്? അത് പ്രേമത്തിന് വേണ്ടി എരിഞ്ഞടങ്ങി, പ്രേമത്തിന് വേണ്ടി ഹോമിച്ചു. ഇതാണ് പ്രേമം. ഈ പ്രേമം അള്ളാഹുവിനോട് ആയാൽ എന്ത് പ്രശ്നമില്ല.
മനസ്സിലായോ? അതുകൊണ്ടാണ് മുഖത്ത് ഇരുമ്പിന്റെ വളയം തെറച്ചപ്പോൾ തന്റെ പല്ലുകൊണ്ട് ഒരു ബാല്യക്കാരൻ പല്ലും പോയി. ബാല്യക്കാരന്റെ പല്ലും പോയി. മുഖത്തിൽ നിന്ന് ശത്രുക്കൾ എറിഞ്ഞ ഇരുമ്പിന്റെ വളയം പറിച്ചു കാട്ടിച്ചു പല്ല് പോയി. ചെറു ബാല്യക്കാരൻ വീട്ടിൽ ചെന്ന ഭാര്യ തൊണ്ണാന്ന് വിളിക്കും. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ആരാണ് ഈ പ്രേമി എന്ന് പേര് പറയാൻ കഴിയുമായിരിക്കെങ്കിലും? എനിവൺ. ആൾക്ക് വേണ്ടി ഞാൻ ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യും. ആരാണ് ആ പ്രേമി? അറിയോ? അത് അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ചെല്ലടാ, എന്തിനടാ നാവ്? അബൂ ഉബൈദയുടെ പേരിട്ട് റളിയല്ലാഹു അൻഹു ചെല്ലാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നാവ്? ജോർദാനിലാണ് അബൂ ഉബൈദയുടെ ഖബർ റളിയല്ലാഹു അൻഹു. ആ ഖബറിന്റെ മുന്നിൽ കരഞ്ഞിട്ടല്ലാതെ ഇന്നുവരെ ഞാൻ പോയിട്ടില്ല. എനിക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ഒരാളാണ് റളിയല്ലാഹു. ചെറുപ്പകാലത്ത് മരിച്ചുപോയി. എന്താ ചെയ്യണം? ഇനി അവിടെ റസൂലുള്ളാഹിന്റെ മുഖത്ത് തറച്ച് ഇരുമ്പ് വളയം കൊണ്ടുവരാൻ വേണ്ടി ഒരു കുടിൽ കിട്ടുമോ, ഒരു കത്തി കിട്ടുമോ? ഇതൊന്നുമില്ല. പാറി പല്ലും പോയി. പുണ്യ റസൂൽ പറഞ്ഞു, അബൂ ഉബൈദ അമീനു ഹാദിഹിൽ ഉമ്മ. അബൂ ഉബൈദ ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ്. പുണ്യ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ ചോദിച്ചു, അടുത്ത ഖലീഫ ആരാണ്? അപ്പോൾ പറഞ്ഞു, മുശാവറ നടത്തുക. ആരാണെന്ന് ഞാൻ പറയില്ല. പിന്നെ ചോദിച്ചു, അപ്പോഴും പറഞ്ഞു, ആരാണ് ഞാൻ പറയില്ല, നിങ്ങൾ മുശാവറ നടത്തിക്കോളൂ. ലൗ കാന അബൂ ഉബൈദ ഹയ്യൻ, ഇന്ന് അബൂ ഉബൈദ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ പറയില്ല. മൂന്നാമത്തെ ഖലീഫ അബൂ ഉബൈദ ആവട്ടെ എന്ന് ഉറപ്പിച്ച് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ട്? سمعت رسول الله صلى الله عليه وسلم يقول أبو عبيدة أمين هذه الأمة. ഈ സമുദായത്തിലെ ഏറ്റവും വിശ്വസ്തനാണ് അബൂ ഉബൈദ. പുണ്യ റസൂൽ പറയുന്നത് എന്റെ ചെവിയിൽ ഞാൻ കേട്ടതല്ലേ എന്നാരാ പറഞ്ഞത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അല്ലാഹു 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 حسبي ربي جل الله على النبي صلى الله لا إله إلا الله 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 الله. ഒരു നീതിമാനായ മനുഷ്യനെ കണ്ടാൽ നമുക്ക് അവൻ ആരാണെങ്കിലും അവനെ പ്രേമിക്കൽ നമുക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? നീതിമാൻ അള്ളാഹുവിൻ്റെ ഖലീഫയാണ്. അള്ളാഹു നീതിയാണ്. എല്ലായിടത്തും അള്ളാഹുവിന് കർത്തൃനാമത്തിലാണ് അവൻ്റെ ഇസ്മെങ്കിൽ നീതിനടുത്ത് മസ്ദറിലാണ്, ക്രിയാധാതുവിലാണ്. എല്ലായിടത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിഉ, ളാർ, ജബ്ബാർ, ഖഹാർ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നീതിയിലെടുത്തെത്തിയാൽ അള്ളാഹുവിൻ്റെ പേര്, നീതിയിൽ അള്ളാഹിൻ്റെ പേരെന്താ? ഉറക്കെ പറ. അൽ അദ്ൽ, അൽ അദ്ൽ, നീതി അല്ലേ? പറയും മക്കളെ. അവിടെ എത്തിയാൽ അള്ളാഹുവിൻ്റെ പേര് നീതി. അൽ അദ്ൽ, നീതി. കരുണ ചെയ്യുന്നവൻ, സഹായിക്കുന്നവൻ, ഉപകാരം ചെയ്യുന്നവൻ, നൽകുന്നവൻ, ഇതൊക്കെയാണ് സിഫത്തെങ്കിൽ നീതിയുടെ അടുത്തെത്തിയാൽ അവന്റെ പേര് ചെയ്യുന്നവനല്ല. പറ നീതി. എന്തുകൊണ്ട്? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നീതിയാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് നീതിയാണ്. ولا يجرمنكم شنآن قوم على ألا تعدلوا يعدلوا هو أقرب للتقوى. നിങ്ങൾ നീതി ചെയ്യണം. നീതിമാന്മാരെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഒരാൾ നീതി ചെയ്യുന്നത് കണ്ടാൽ അയാൾ ആരായാലും, ലീഗോ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ അതൊന്നും നമുക്ക് നോട്ടല്ല. നീതി ചെയ്യുന്നുണ്ട് നമുക്ക് സ്നേഹം തോന്നും. എന്തുകൊണ്ട്? അയാൾ അള്ളാഹുവിൻ്റെ ഒരു ഖിലാഫത്താണ് ചെയ്യുന്നത്. വളരെ ചിന്തിക്കണം. നീതി. അതേ സമയത്തോ ഉടുത്തൊരുങ്ങി നടക്കുന്ന ആളുകൾ ഇങ്ങനെ കാണുന്നു, സ്റ്റേജൊക്കെ നിറച്ച ആളുണ്ട്, നീതിയില്ല. അപ്പോൾ അവരെ സ്നേഹിക്കൽ ജനങ്ങളെല്ലാവരും കൂടി കെട്ടിവലിച്ചാലും സ്നേഹിക്കാൻ തോന്നുന്നില്ല. എന്തുകൊണ്ട്? നീതിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ?
അയാൾ പ്രസിഡന്റാണ്, സ്നേഹിക്കേണ്ടതാണ്. അയാൾ സെക്രട്ടറിയാണ്, അയാൾ സ്നേഹിക്കേണ്ടതാണ്. അയാൾ മെമ്പറാണ്, അയാൾ സ്നേഹിക്കേണ്ടതാണ്. അയാൾ പാർട്ടിയുടെ ഇന്ന ഔലിയപ്പാപ്പയാണ്, അയാളെ സ്നേഹിക്കേണ്ടതാണ്. അത് ഇന്ന കുത്തുൽ കുലുബാണ്, അയാളെ പ്രേമിക്കേണ്ടതാണ്. പക്ഷേ തോന്നണില്ല. എന്തുകൊണ്ട്? നീതിയില്ല. നീതിയ പ്രശ്നം മനസ്സിലായോ? ഒരാൾ നീതി ചെയ്യുന്നത് കണ്ടാൽ അയാൾ ഏത് നാട്ടുകാരനാരോ അയാളെ പ്രേമിക്കണം. നീതി എന്നത് അല്ലാഹുവിന്റെ സിഫത്താണ്. അയാൾ നിങ്ങളെ പാർട്ടി ആയാലും അല്ലെങ്കിലും. കാരണം അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം നേതാവിൻ്റെ ധർമ്മം നീതി ചെയ്യലാണ്. ഇന്ന് നേതാവിന് ആ ധർമ്മമല്ല, നീതി ചെയ്യുന്ന ഒരു നേതാവിനെയും എൻ്റെ കഴിച്ചില്ല. എന്തുകൊണ്ട്? അതവരെ കുറ്റപ്പെടുന്ന കാര്യമില്ല, അവർക്ക് കഴിയില്ല. അത്രത്തോളം ഈ ദുനിയാവ് ദുൽമ നിറഞ്ഞുപോയി. ഇനി നീതി നടക്കൂല. നീതിമാൻ വരണം. അത് ഇമാം മഹ്ദിയാണ് റളിയല്ലാഹു. ഇതിൻ്റെ ഇതേതെങ്കിലും ഒരു നേതാവിനെ കുറ്റം പറയാൻ വേണ്ടിയല്ല, കുറ്റം പറയല്ല. കഴിയില്ല. ഇന്ത്യ രാജ്യത്തെ നിലവിലുള്ള ഏതെങ്കിലും നിയമം മാറ്റാൻ എനിക്ക് കഴിയുമോ? പൂതിയില്ലേ? പൂതിയുണ്ട്. പിന്നെ കഴിയില്ല. എന്നാൽ പോലും നേതാവിന്റെ ധർമ്മം എന്താ? നേതാവിന്റെ ധർമ്മം എന്താണ്? ജനങ്ങളെ മുന്നിൽ ഇരിക്കുന്നവരുടെ ധർമ്മം എന്താണ്? സ്റ്റേജിന്റെ മുകളിൽ ഇരിക്കുന്നവരുടെ കസേര നിയമം എന്താണ്? അവരുടെ ധർമ്മം എന്താണ്? അവരുടെ ബാധ്യത എന്താണ്? എന്താ ബാധ്യത? ഒരു ബാധ്യത എന്താ? അവരെ പുരയിൽ രാവിലെ വെക്കുന്ന ചോറ്റിൻ്റെ കഞ്ഞിവെള്ളം ഭാര്യ ഊറ്റിവെച്ച ചോറിൻ്റെ ബാക്കിയുള്ള കഞ്ഞിവെള്ളം മുഴുവനും എടുത്തിട്ട് കുപ്പായത്തിൽ മുക്കിയിട്ട് നല്ല ചിറച്ച കുപ്പായിട്ടിട്ട് സ്റ്റേജിലിരിക്കുക എന്നല്ല നേതാവിൻ്റെ ഉത്തരവാദിത്വം. ഇന്ന് നടക്കണതാണ്. പുരയിൽ ആടിന് കൊടുക്കേണ്ട കഞ്ഞി ആടില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അവരവരുടെ വീട്ടിലെന്ത് ചെയ്യാം, കഞ്ഞിയിൽ കുപ്പായട്ടും. കഞ്ഞിയിൽ കുപ്പായം കഞ്ഞിവെള്ളത്തിൽ കുപ്പായം ഇട്ട് കഴിഞ്ഞാൽ കുപ്പായം പിന്നെ ഇഷ്ടിലിട്ടവനങ്ങനെ നല്ല ബലമുള്ള കുപ്പായം കൊണ്ട് സ്റ്റേജിലിരിക്കുക എന്നതല്ല നേതാവിൻ്റെ ധർമ്മം. സാധുജനങ്ങൾക്ക് നീതി കൊടുക്കലാണ്. അതിനാർക്കും കഴിയില്ല. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നല്ലാതെ കാര്യം നടക്കില്ല. അള്ളാഹു മുഖ്സിത്തുകളെ നീതിമാന്മാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിൻ്റെ കിതാബ് ഭൂമിയിൽ വന്നിട്ടുള്ളത് നിസ്കരിപ്പിക്കാനല്ല, നീതി ചെയ്യാനാണ്. വളരെ ചിന്തിക്ക. നീതി ചെയ്യുന്നവൻ അള്ളാഹുവിൻ്റെ ഖലീഫ. ഇങ്ങനെ വളരെ ചിന്തിക്കുക. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان ليقوم الناس بالقسط. എന്തിനാണ് വേദഗ്രന്ഥം ഇറക്കിയത്? നീതിയോടെ ജനം വർത്തിക്കാൻ വേണ്ടിയാണ്. അല്ല നിസ്കരിക്കാനും നോമ്പ് നോൽക്കലൊക്കെ ആവശ്യമാണെങ്കിലും അതല്ല വേദഗ്രന്ഥത്തിന്റെ മർമ്മം. എന്തിനാണ് വേദഗ്രന്ഥം വന്നിട്ടുള്ളത്? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത് വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ. ഏത് വേദഗ്രന്ഥത്തിന്റെ കൂടെയും നാം ത്രാസിനെ അയച്ചിട്ടുണ്ട്. ലിയഖൂമന്നാസു ബിൽ ഖിസ്തി, ജനങ്ങൾ നീതിയോടെ വർത്തിക്കാൻ വേണ്ടി. എല്ലാ വേദഗ്രന്ഥത്തിന്റെയും ഉള്ളിലുള്ള സത്യസാക്ഷ്യം എന്താണ്? അത് നീതിയാണ്. ചിന്തിക്ക്. അല്ലാഹ് ചിന്തിക്ക്. നീതിമാൻ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവൻ നീതിയെ ഇഷ്ടപ്പെടും. നീതി ചെയ്യുന്നവരെ ഇഷ്ടപ്പെടും. അവൻ സ്വജനപക്ഷപാതം ഉണ്ടാവില്ല, നീതിയെ ഇഷ്ടപ്പെടും. നീതിയാണ് വേണ്ടത്. അതുകൊണ്ട് തിരിച്ചുവാ, ചിന്തിക്കുക, അള്ളാഹുവിനെ പ്രേമിക്കുക. അതുകൊണ്ട് നടക്കാത്ത ഒരു കാര്യവുമില്ല. അലാ ബിൻ ഹദ്റമി റളിയല്ലാഹു അൻഹു ചെങ്കടലിലേക്ക് ഇറങ്ങി നിന്ന് ചെങ്കടലിന്റെ മുന്നിൽ ചെന്ന് നിന്നു. ഇന്നത്തെ പോലെ ഹിജാസിന്റെയും ബഹ്റൈനിയുടെയും ഇടയിൽ അക്കാലത്ത് പാലമില്ല. പാലം ഇല്ലാത്ത ഒരു കാലത്ത് ചെങ്കടലിന്റെ മുന്നിൽ പോയി നിന്നു ആര്? സയ്യിദുനാ അലാ ബിൻ ഹദ്റമി റളിയല്ലാഹു അൻഹു. നൂറുകണക്കിന് ആളുകൾ കൂടെ ബഹ്റൈനിൽ പോകണം. ആരാണ് അയച്ചത്? പുണ്യ റസൂൽ മുസ്തഫ. ബഹ്റൈനിലെത്തണം. കപ്പലില്ല, സൗകര്യമില്ല. എന്തു ചെയ്യും? അപ്പോൾ അല്ലാഹുവിനെ വിളിക്കാൻ തുടങ്ങി. കൂടെയുള്ള ആളുകളോട് കണ്ണ് ചിമ്മാനും പറഞ്ഞു. അനന്തമായ കടലിന്റെ മുന്നിൽ ഞങ്ങൾ ഇങ്ങനെ കണ്ണും ചിമ്മിനുന്നു. പിന്നെയോ കുറച്ചു കഴിഞ്ഞപ്പോൾ അട്ടഹസിക്കുന്നുണ്ട്. ഇഫ്തഹു, ഈ കണ്ണ് തുറന്നു നോക്ക്. ഫനഹ്നു ബി ബഹ്റൈൻ, അപ്പോൾ ഞങ്ങൾ ബഹ്റൈനില്ല. ഫൈനാ ബിയസീർ. ആരാണ് മഹാൻ? അലാ ഇബ്നുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു. അതാ പ്രേമം. പ്രേമം കൊണ്ട് നാട് വിട്ട് കിടക്കും. പ്രേമം കൊണ്ട് മൂത്ര തടസ്സം നീങ്ങും. പ്രേമം കൊണ്ട് ഭക്ഷണം കിട്ടും.
ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കഴിഞ്ഞ റമദാനിൽ ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ജബൽ അബി ഖുബൈസിൻ്റെ മുകളിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് ഒരല്പം മുന്തിരി കിട്ടണമെന്ന് ആഗ്രഹം വന്നു. അപ്പോൾ മുന്തിരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ പഴയ തുണിപ്പായം ഒന്ന് മാറ്റി പുതിയ തുണിപ്പായമാണ്, വസ്ത്രവും വേണം, മുന്തിരിക്കൊലയും വേണം. കൂടെ ഒരാളുണ്ട്, അയാൾ പറയാണ് സെക്കൻഡ് കഴിഞ്ഞില്ല അപ്പോഴത്തിന് അതിമനോഹരമായ ഒരു മുന്തിരിക്കൊല നിറച്ച കൊട്ട, പിന്നെ ഒരു ജോഡി വസ്ത്രവും. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു. ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. മുന്തിരിപ്പാത്രം തൻ്റെ അരികിലേക്ക് നീക്കി വെച്ച് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ കൂടെ ഉള്ള ഒരാൾ, അയാൾ കൂടെ ഉള്ള ആളല്ല, അയാൾ ആ ദ്വായൻ്റെ സമയത്ത് അവിടെ വന്നു പോയതാണ്. അയാൾ പറഞ്ഞു, എനിക്കും തരണം, എനിക്കും ഇതിൽ അവകാശം തരണം. എന്തിനു വെച്ച് ഞാൻ ആമീൻ പറയാൻ കൂടിയില്ല. അയാൾ പറയാ, അങ്ങനെ ഒരു മുന്തിരി ഞാൻ കഴിച്ചിട്ടില്ല, അക്കാലത്ത് മക്കയിൽ മുന്തിരി കിട്ടാനുമില്ല. അങ്ങനെ അദ്ദേഹം ഈ പുതിയ മനോഹരമായ വസ്ത്രം മാറ്റി പഴയ വസ്ത്രം കയ്യിൽ പിടിച്ച് ജബൽ അബി ഖുബൈസ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരാൾ ചോദിച്ചു, മഹാനവർകളെ, ആ വസ്ത്രം എനിക്ക് തരൂ. അപ്പോൾ പഴയ വസ്ത്രം അയാൾ കൊടുത്തു. ഇയാൾക്ക് ആരാണ് ആളെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ പഴയ വസ്ത്രം വാങ്ങിയ ആളോട് ചോദിച്ചു, ഈ ആളാരാ? അത് ജാഫർ സാദിഖാണ് റളിയല്ലാഹു അൻഹു. പറ, ജാഫർ സാദിഖ് ജീവിച്ചിരുന്ന കാലത്ത് ഈ ഭൂമിയിൽ അത്ര വിവരമുള്ള ഒരാൾ ഉള്ളതായി ലോകത്താർക്കും അറിവില്ല. അത്രയും വലിയ പണ്ഡിതനായിരുന്നു മുത്ത റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയായ ആര്? ജാഫർ സാദിഖ്. ഉറക്കെ പറ, റളിയല്ലാഹു അല്ലാഹ്. അവരൊക്കെ സ്ഥാനത്രയാണ്. അവരെന്തും നടക്കും. അവർക്ക് മുന്തിരിക്കൊട്ട കിട്ടും, അവർക്ക് വസ്ത്രം കിട്ടും, അവർക്ക് മൂത്രശങ്ക തീരും, മൂത്ര തടസ്സം തീരും, അവർക്ക് നാട് വിട്ടടക്കാം. ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് മിക്സിയിൽ വന്നാൽ, മോട്ടറിൽ വന്നാൽ, ഫാനിൽ വന്നാൽ കറങ്ങും. മനസ്സിലായി അല്ലേ? അല്ലേ അല്ലേ? ട്രെയിനിൽ വന്നാൽ ഓടും. എന്താ പറയുമോ? എന്താ വേണ്ടേ? കിട്ടും. പക്ഷെ എന്ത് വേണം? അല്ലാഹുമ്മ ബിഹുബ്ബിലക്, അല്ലാഹുമ്മ ബിഹുബ്ബിലക്, അല്ലാഹ് എനിക്ക് നിന്നോടുള്ള പ്രേമം കാരണം എന്ന് പറയാൻ മാത്രം നമ്മൾ വളരണം. ഹൃദയം അല്ലാഹുവിന്റെ പ്രേമത്തിന് വേണ്ടി നീക്കി വെക്കണം. നമ്മൾ ഒരാളെ പ്രേമിക്കണ്ടേ? പ്രേമിക്കാം, പക്ഷെ അത് അല്ലാഹു വഴിയായിരിക്കണം. അല്ലാഹു വഴിയായിരിക്കണം. വളരെ പ്രേമത്തിന്റെ ഭാഷ അടുത്ത ക്ലാസ്സിൽ വീണ്ടും പറയും. പ്രേമം തന്നെ പ്രേമം. സഖാനിൽ ഹുബ്ബു കൈസം ബഅദ കഅസി ഫമാ നഫദ ശറാബു വമാ റവാനി. അവനെ പ്രേമിക്ക്. ഇന്നലെ രാത്രി നീ കഴിച്ചതല്ലേ? ഞാൻ മൂത്രിച്ചു. കള്ളുടിച്ചു, ഒരുത്തൻ രാവിലെ മൂത്രിച്ചു. ഇന്നലെ രാത്രി കുടിച്ച കള്ള് പോയിട്ടില്ലെങ്കിൽ കഴിഞ്ഞില്ലടാ കഥ. ഇന്നലെ രാത്രി കുടിച്ച കള്ള് രാവിലെ പുറത്തു പോയില്ലെങ്കിൽ പറ കള്ള് കുടിച്ചത് അല്ലാഹു ഹറാമാക്കിയത്. എന്നാലും അവൻ റഹ്മാനാണ്, അവൻ വഴിപ്പെട്ടവനും ഭയപ്പെടാത്തവനോട് കരുണ കാട്ടുന്നു, കാരുണ്യവാനാണ്. എൻ്റെ കരുണയില്ലെങ്കിൽ മൂത്രപ്പെട്ടിന്ന് പോകും. കഞ്ഞി കുടിച്ചോലെ മാത്രമേ ഞാൻ നീക്കി കൊടുക്കുള്ളൂ. കള്ളു കുടിച്ചു ഇങ്ങോട്ട് പറയണ്ട. അങ്ങനെയാണെങ്കിലോ അങ്ങനെയാണെങ്കിലോ ഒരു കമ്പനി മാനേജറെ പോലെയാണ് പഠിച്ചോനെങ്കിലോ, കമ്പനി മാനേജറെ പോലെയാണ് പഠിച്ചോനെങ്കിലോ. ചെരുപ്പ് കമ്പനിയിൽ ചെരുപ്പുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആളുകളെ ഏൽപ്പിച്ചു. ചില ആളുകൾ നല്ല വൃത്തിയുള്ള ചെരുപ്പുണ്ടാക്കി, ചില ആളുകൾ ഉണ്ടാക്കി ചെരുപ്പിനൊക്കെ ഡാമേജ് ആണെന്ന് സങ്കല്പിക്കി. അപ്പം മാനേജർ കൂലി കൊടുക്കാൻ നേരത്തെ പറയും, എന്ത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നത് ഞാൻ പൈസ തരുള്ളൂ, എനിക്ക് ഇതിന് MD കണക്ക് കൊടുക്കണത്. മറ്റേ നിങ്ങൾ അവിടെ പറഞ്ഞു എനിക്കാവില്ല. അങ്ങനെയല്ലേ പറയാ? അല്ലാഹു അങ്ങനെയാണ് അല്ലാഹു എങ്കിലോ അപ്പം റഹ്മാൻ എന്ന പേരുണ്ടാവില്ല. റഹ്മാൻ എന്നാൽ എന്താ? വഴിപ്പെട്ടവനും വഴിപ്പെടാത്തവനും കൊടുക്കുന്നവനാണവൻ. എത്രയും എടാ, ഇന്നലെ രാത്രി കുടിച്ച കള്ള് ഇന്ന് നിന്റെ ജനനേന്ദ്രിയ കൊടിയിലൂടെ പുറത്തു വന്നില്ലെങ്കിലോ പൊളയൂലേ? ചിന്തിക്ക. ഇന്നലെ രാത്രി കഴിച്ച ഭക്ഷണം ഇന്ന് രാവിലെ നിന്റെ ബേക്കിലെ ദ്വാരത്തിലൂടെ പുറത്തുകൊണ്ടില്ലെങ്കിലോ നീ പൊളയും. നിന്റെ ഭാര്യ ഇറങ്ങിയിട്ട് പായും. യൂണിയൻ കാർബൈഡ് ഫാക്ടറി പൊട്ടിയ പോലെ ഉണ്ടാവും നിന്റെ അടുത്ത് നിന്നാൽ. ആ ജാതി മണക്കൽ മണക്കും. ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് ഫാക്ടറി പൊട്ടിയപ്പോൾ ഉണ്ടായ നാറ്റം പോലെ നിന്റെ പരിസരത്ത് നാറും. ഞാൻ മരണം വരെ ഞങ്ങളെ കൂടെ ഉണ്ടാവും ഇക്കാക്കേ എന്ന് പറഞ്ഞ ആള് നേരം വെളുത്താൽ വയറ്റുന്നു നീ പോകുന്നില്ലാത്ത കാരണത്താൽ ഓള് പിന്നെ അവിടെ ഉണ്ടാവില്ല. അവൾ അവിടുത്തെ ഭാര്യ പോകും.
എന്തുകൊണ്ട്? മണപ്പിച്ചിട്ട് നിൽക്കാൻ വയ്യ. മൂപ്പർക്ക് മണക്കണ പണിയാ. മൂപ്പരെ ദ്വാരത്തിൽ കൂടി പുറത്തുമില്ല. അപ്പോൾ അവളോട് ചോദിക്കും, നിങ്ങൾ മരണം വരെ എൻ്റെ ഒപ്പം ഉണ്ടാവുന്ന നിനക്കാൾ നല്ല നിങ്ങൾ മരിച്ചു പോയില്ല. കാരണം ആർക്കും നിൽക്കാൻ വയ്യ. ഇന്നലെ രാവിലെ കിട്ടിയ കോഴിപ്പാഴ്സും അതും ഇതും ചാപ്സും മന്തിയും കുഴിമന്തിയും കബർമന്തിയും എല്ലാം നിന്റെ കബറിലേക്ക് നിറച്ച് രാവിലെ പോണില്ല, പുറത്തോണില്ല. ഇതെല്ലാം കൂടി അവിടെ അങ്ങോട്ട് കിട്ടി. ആരാണ് ആദ്യം പോകേണ്ടതെന്ന് അവർ തമ്മിൽ മനസ്സിലായി. ആരും പോകാൻ ആരും സമ്മതിച്ചില്ല. പിന്നെ അവിടെ കുടുങ്ങി. ഏതാണ് ദ്വാരെന്ന് ഇതിൻ്റെ ടൈറ്റ്നെസ് കൊണ്ട് അവർക്കിട്ട് മനസ്സിലായിട്ടില്ല. അങ്ങോട്ട് കുടുങ്ങി. എന്നാൽ എന്തു ചെയ്യും? പിന്നെ മണപ്പിക്കലല്ലാത്ത രക്ഷയില്ല. തിന്നതിൻ്റെ വാക്ക് വരുത്തല്ലാത്തതാവാം, കുടിച്ചതോ, എന്നാലും അവൻ എല്ലാ വഴിയും എളുപ്പമാക്കി കൊടുക്കും. ഒരു തുള്ളി ശുക്ലബിന്ദുവിൽ നിന്ന് 2.5, 3.5, 4 കിലോയുള്ള ഒരു കുഞ്ഞുമോനായി നിന്റെ ഉമ്മയുടെ ഏറ്റവും ചെറിയ ഒരു ദ്വാരത്തിലൂടെ വന്നവനല്ലേ നീ? യാ അല്ലാഹ്, അവനാരാ? ثم السبيل يسر قتل الإنسان ما أكفر من أي شيء خلقه. قتل الإنسان ما أكفر من أي شيء خلقه من نطفة خلقه فقدر ثم السبيل يسر. പിന്നെ വഴി അവൻ എളുപ്പമാക്കിയല്ലോ. ഒരു തുള്ളി ശുക്ലബിന്ദുവിൽ നിന്നാണ്. അതാണ് ബാപ്പ ആ റഹ്മിൽ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. മുതുകെല്ലിന്റെയും വാരിയെല്ലിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെട്ട ഒരു തുള്ളിക്കറയല്ലടോ ബാപ്പ റഹ്മിൽ ഉമ്മാടെ ഗർഭപാത്രത്തിൽ വെച്ചത്. തിരിച്ചു വന്നത് 4.5 കിലോ ഉള്ള തൂക്കമുള്ള സാധനമാണ്. ഒരു പ്രശ്നവുമില്ല. നീ മാത്രമല്ല, കാള പശുവിന്റെ ഗർഭപാത്രത്തിൽ വെച്ചതും അത് തന്നെയാണ്. ആന പെണ്ണാനയുടെ ഗർഭപാത്രത്തിൽ വെച്ചതും അത് തന്നെയാണ്. പുറത്തു വന്നത് 25, 35, 55 കിലോ ഉള്ള സാധനം. ആ വഴി അവൻ എളുപ്പമാക്കി. ഇനി ഒരു സാധനം അതുപോലെ അതിലേക്ക് കയറ്റാൻ നടക്കണ കാര്യമില്ല. അവൻ എളുപ്പമാക്കി. അവനാരാ? അവനല്ലാതെ ഒരാൾക്കും കഴിയില്ല. سقاني الحب كأسا بعد كأسي فما نفذ الشراب وما رواني. ആച്ചിലേക്ക് നോക്കിയാൽ പോരാ, ഇടക്കിടക്ക് ആകാശത്തേക്ക് നോക്കണം. ഇതൊക്കെ പടച്ച റബ്ബിന് പടച്ചോളോ ആലോചിച്ചിട്ടുണ്ട്. പള്ളിയിലെ മൊല്ലാക്കയാണ്, അല്ലെങ്കിൽ അവൻ പള്ളിയിലെ പ്രസിഡന്റായ ഞാൻ 1ാം സഫിലെത്തിയില്ലെങ്കിൽ മോശമല്ലേ? കഴിഞ്ഞല്ല അവറൂനെ പുറത്താക്കി എന്നതാ കാരണം. അവർ മര്യാദയ്ക്ക് ജമാഅത്തിന് വരും. ഞാൻ ഏതായാലും പ്രസിഡന്റായതിനു ശേഷം ജമാഅത്ത് ഒഴിവാക്കിയിട്ടില്ല. കൃത്യമായി ഞാൻ എന്താണെങ്കിലും വേണ്ടില്ല, ഭാര്യനെ വിളിക്കാൻ ഏൽപ്പിച്ച് ഞാനൊന്ന് അള്ളാഹ് ലേശനാരെ കിടക്കട്ടെ, ഇതൊരു 3-3:15 വിളിക്കണേ. ഭയമാതിരി അല്ലെങ്കിൽ പള്ളീൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അതിൻ്റെ അവറൂൻ്റെ ഒക്കെ നോക്കടി എനിക്കുണ്ടാവും. ഇനി പുറത്താക്കും. പള്ളി വാച്ചിലേക്ക് വെക്കുക. കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിടക്കിട നിസ്കാരം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് വാച്ച്. അള്ളാഹ് ആരും ഓർമ്മപ്പെടുത്തില്ല. അതൊക്കെ ഇതെല്ലാം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന വസ്തുക്കളാ. പക്ഷെ നീ ചിന്തിച്ചില്ല. ഇലയുടെ പച്ചപ്പ് എവിടെ നിന്നാണ് വന്നത്? പൂവിന്റെ കട്ട ചുവപ്പ് എവിടെ നിന്നാണ് വന്നത്? നീലക്കുറിഞ്ഞിയുടെ വയലറ്റ് എവിടെ നിന്നാണ് വന്നത്? റോസാപ്പൂവിന്റെ കട്ട ചുമപ്പ് എവിടെ നിന്നാണ് വന്നത്? എവിടുന്നാ വന്നത്? നൈൽ നദിക്ക് സുഡാനിലൂടെ ഒഴുകുമ്പോൾ നെയ്ലുൽ അസ്റഖ് എന്നൊരു പേരുണ്ട്. നീല നൈൽ. എന്താ നീല നൈൽ എന്ന് പറയാൻ കാരണം? എത്യോപ്യയിലെ മഞ്ഞുമലകളിൽ നിന്നും ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നും പുറപ്പെടുന്നതാണ് ലോക പ്രശസ്ത നദിയായ നൈൽ. 6500 കിലോമീറ്ററാണ് ദൈർഘ്യമുള്ളത്. എവിടെ നിന്നാ പുറപ്പെടുന്നത്? വിക്ടോറിയ തടാകത്തിൽ നിന്ന്.
ടാൻസാനിയയിലെ വിക്ടോറിയ തടാകത്തിൽ നിന്നും എത്യോപ്യയിലെ മഞ്ഞുമലകളിൽ നിന്നും ഉത്ഭവിച്ചിട്ട് അതിങ്ങനെ കയറി വന്ന് എത്യോപ്യയും കഴിഞ്ഞ് പിന്നെ സുഡാനിലൂടെ ദീർഘമായി ഒഴുകി പിന്നെ 950 കിലോമീറ്റർ അത് ഈജിപ്തിൽ പ്രവേശിച്ച് ഈജിപ്തിലൂടെ നേരെ വന്ന് അത് മെഡിറ്ററേനിയയിൽ പ്രവേശിക്കും. അപ്പോഴത്തിന് 6000 മൈൽ ഒഴുകും. നെയിൽ അബിയദ് എന്നും നെയിൽ അസ്റഖ് എന്നും 2 നെയിലാണ്. ഒന്നാണ് എന്നാൽ 2ആണ്. നെയിൽ നദി ഈജിപ്തിലെത്തിയാൽ നെയിൽ അബിയദായി. എന്തുകൊണ്ട്? ഈജിപ്തിൽ 95% മരുഭൂമിയാണ്. മരുഭൂമിയിലൂടെ ഒഴുകുമ്പോൾ നെയിലിന് പ്രത്യേക പേരില്ല. അതേ സമയത്ത് സുഡാനിൽ 2 കരകളിലും അതിമനോഹരമായ വയലറ്റ് പൂക്കൾ സദാസമയം ഉണ്ടാകുന്ന ചെടികൾക്കിടയിലൂടെ വരുന്നത് കൊണ്ട് ആ മനോഹരമായ വയലറ്റ് പുഷ്പങ്ങളുടെ പ്രതിഫലനങ്ങൾ ഈ വെള്ളത്തിൽ അലിയുന്നത് കൊണ്ട്, അതിന്റെ പ്രതിഫലനങ്ങൾ വെള്ളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് സുഡാനിലൂടെ ഒഴുകുമ്പോൾ നെയിൽ നദിയുടെ പേരെന്താ? നെയിലുൽ അസ്റഖ്, നീല നെയിൽ അല്ലെങ്കിൽ വയലറ്റ് നെയിൽ. എന്തുകൊണ്ട്? മനസ്സിലായില്ലേ പറഞ്ഞത്? പൂക്കൾക്കുള്ളിടയിലൂടെ വരും. ഈ പൂക്കൾക്ക് അസ്റഖ് നിറം കൊടുത്തത് ആരാ? പറ, ആരാ? അല്ലാഹ്. അല്ലാതാരാ? തേനിന്റെ മാധുര്യം നിന്റെ ചുണ്ടിൽ വെക്കുമ്പോൾ ഈ ആഴ്ച തേൻ കഴിച്ചവർക്ക് കൈപ്പൊക്കാം. ഈ ആഴ്ച തേൻ കഴിച്ചവർക്ക് 1 2. ബാക്കിയുള്ളവരൊക്കെ കെമിക്കൽ പഞ്ചസാര കലക്കി കുടിച്ചാൽ എന്നിട്ടുള്ള കിഡ്നി കളഞ്ഞാൽ എന്തായ ഒരു തുള്ളി നാവിലേക്ക് നോക്കുമ്പോൾ അൽഹംദുലില്ലാ. എന്താണ് അതിന്റെ ഒരു രസം? എന്താ രസം? തേനെന്നാൽ ശിഫയാണ്. ആധുനികൻ മാത്രമാണ് തേൻ ഹറാമാക്കിയിട്ടുള്ളത്. ആ ശാസ്ത്രം തെറ്റാണ്. ആ ശാസ്ത്രം 100% തെറ്റാണ്. എന്തുകൊണ്ട്? ലോകത്തിന് മുഴുവനും ശിഫയുള്ളതാണ് എന്റെ തേൻ. തേൻ അതിമധുരവും അതിമനോഹരവുമാണ്. അല്ലാഹു നമുക്ക് നൽകട്ടെ. ചിന്തിക്കാം, ഇതെല്ലാം നൽകിയവനായ അല്ലാഹ്, അവനല്ലാതെ ആരുമില്ല. അല്ലാഹ് സഖാനിൽ ഹുബ്ബു കഅസം ബഅദ കഅസി ഫമാ നഫദ അശ്റാബു വമാ അർവാനി. ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഷ്യത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഫഔഹല്ലാഹു ഇലാ ദാവൂദ ഇന്നല്ലാഹ ഇന്നി ഹറംതു അലൽ ഖുലൂബ്, ഹൃദയത്തിന്റെ മേൽ ഞാൻ ഹറാമാക്കിയിട്ടുണ്ട്. അല്ലാ യദ്ഖുലന്നഹാ ഹുബ്ബി വഹുബ്ബു ഗൈരി, എന്നോടും ഞാനല്ലാത്തവരോടുമുള്ള 2 പ്രേമവും കൂടി ഒരിക്കലും നീ ഒരുമിച്ച് കൂട്ടരുത് എന്ന് എല്ലാ ഹൃദയത്തിനും ഹൃദയത്തെ പടച്ചപ്പോൾ തന്നെ ഞാൻ ഹറാമാക്കിയിട്ടുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു. ആർക്ക്? നബിയുല്ലാഹി ദാവൂദ്.